ആക്സസിബിൾ ടെക് വേൾഡ് മലയാളം ഫോർ ദ വിഷ്വലി ഇംപേർഡ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെമോ വീഡിയോ ട്യൂട്ടോറിയലിലൂടെ നമ്മൾ നോക്കുന്നത് എന്താണ് വിൻഡോസ് 11 ടാസ്ക് വ്യൂ, അതിൻ്റെ പാർട്ട് 3 ആണ്. ഈ വീഡിയോയിൽ എങ്ങനെ വെർച്വൽ ഡെസ്ക്ടോപ്സ് വിൻഡോസ് 11 ടാസ്ക് വ്യൂ ഉപയോഗിച്ചുകൊണ്ട് മാനേജ് ചെയ്യാം എന്നതാണ് നമ്മുടെ തീം. ഇതിൻ്റെ സബ് തീംസ് ആയിട്ട് വരുന്നത് എങ്ങനെ ഒരു വെർച്വൽ ഡെസ്ക്ടോപ്പ് ടാസ്ക് വ്യൂ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അത് റീനെയിം ചെയ്യാം, അതിൻ്റെ പൊസിഷൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെ വെർച്വൽ ഡെസ്ക്ടോപ്പിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം ഓർ വാൾപേപ്പർ, അവസാനം എങ്ങനെ ടാസ്ക് വ്യൂ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആവശ്യമില്ല എങ്കിൽ വെർച്വൽ ഡെസ്ക്ടോപ്പ് റിമൂവ് ചെയ്യാം. ഈ 5 കാര്യങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ ടാസ്ക് വ്യൂവിൻ്റെ യൂസർ ഇൻ്റർഫേസ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായ വീഡിയോ ആണിത്. ആമുഖഭാഷണം അധികം ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. സാധാരണയായി വിൻഡോസ് 11 അല്ലെങ്കിൽ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരൊറ്റ ഡെസ്ക്ടോപ്പ് മാത്രമേ ഉണ്ടാവാറുള്ളൂ, അതായത് റിയൽ ഡെസ്ക്ടോപ്പ്. ഈ ഡെസ്ക്ടോപ്പിന് പുറമെ നമ്മുടെ വർക്ക് സുഗമമാക്കുന്നതിനാണ് വിൻഡോസ് മൾട്ടി ടാസ്കിംഗ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഭാഗമാണ് വെർച്വൽ ഡെസ്ക്ടോപ്സ്. ഇത് മാനേജ് ചെയ്യപ്പെടുന്നത് ടാസ്ക് വ്യൂ എന്ന സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ടാസ്ക് വ്യൂ കൃത്യമായി ഉപയോഗിക്കാൻ പഠിച്ചാൽ വളരെ സിമ്പിളായി നമുക്ക് മൾട്ടി ടാസ്കിംഗ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ വർക്ക് സുഗമമാക്കാൻ സാധിക്കും. ഇതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഏതായാലും ടാസ്ക് വ്യൂവിലേക്ക് എൻ്റെ ഫോക്കസ് കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് ടാസ്ക് വ്യൂവിലേക്ക് എത്തിച്ചേരുക, ടാസ്ക് വ്യൂവിലെ നാവിഗേഷൻ എന്താണ്, ഇതെല്ലാം തൊട്ട് മുമ്പുള്ള വിൻഡോസ് 11 ടാസ്ക് വ്യൂവിൻ്റെ ഡെമോ വീഡിയോ ട്യൂട്ടോറിയലിൽ വിശദമായി നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക, എന്നാൽ മാത്രമാണ് ഒരു ഐഡിയ കിട്ടുള്ളൂ. ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യുന്നതിനായി ഞാൻ വിൻഡോസ് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് ടാബ് പ്രസ് ചെയ്യുന്നു. Task view window, running applications list, recording row 1 column 1 of 1, recording 1 of 1. ടാസ്ക് വ്യൂ ഓപ്പൺ ആയി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നിലവിലുള്ള ഡെസ്ക്ടോപ്പിൽ റൺ ചെയ്യുന്നുണ്ട് എങ്കിൽ ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോക്കസ് വന്ന് നിൽക്കുന്നത് റണ്ണിങ് ആപ്ലിക്കേഷൻസ് ലിസ്റ്റിലായിരിക്കും. ഇനി ആപ്ലിക്കേഷൻസ് ഒന്നും റൺ ചെയ്യുന്നില്ല എങ്കിൽ ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് വന്ന് നിൽക്കുന്നത് ഡെസ്ക്ടോപ്സ് ലിസ്റ്റിലായിരിക്കും. വെർച്വൽ ഡെസ്ക്ടോപ്പ് ഒന്നിലധികം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇപ്പോൾ ഫോക്കസ് വന്ന് നിന്നത് റണ്ണിങ് ആപ്ലിക്കേഷൻസ് ലിസ്റ്റാണ്. ഇത് നമുക്ക് പിന്നീട് നോക്കാം. തൽക്കാലം നമ്മൾ വെർച്വൽ ഡെസ്ക്ടോപ്പിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരിക്കൽ കൂടി ഞാൻ ടാബ് കീ പ്രസ് ചെയ്യുന്നു. ഞാൻ ടാബ് കീ പ്രസ് ചെയ്തതോടുകൂടി എൻ്റെ ഫോക്കസ് ഡെസ്ക്ടോപ്പ് ലിസ്റ്റിലെത്തി. നിലവിൽ ഡെസ്ക്ടോപ്പ് 1 of 1 എന്നാണ് സ്ക്രീൻ റീഡർ അനൗൺസ് ചെയ്യുന്നത്. അതിനർത്ഥം നിലവിൽ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള റിയൽ ഡെസ്ക്ടോപ്പ് മാത്രമേ എൻ്റെ സിസ്റ്റത്തിൽ ഉള്ളൂ എന്നാണ്. ആവശ്യാനുസരണം നമുക്ക് വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്യുകയും വേണ്ട എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട്. നിലവിൽ ഞാൻ വെർച്വൽ ഡെസ്ക്ടോപ്സ് ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നർത്ഥം. ഏതായാലും നമുക്ക് എങ്ങനെ വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നമ്മുടെ ഫോക്കസ് ഈ ഡെസ്ക്ടോപ്സ് ലിസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ടാബ് കീ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് നാവിഗേഷൻ പോസിബിൾ ആണ്. അങ്ങനെ നാവിഗേറ്റ് ചെയ്യുമ്പോൾ ന്യൂ ഡെസ്ക്ടോപ്പ് ബട്ടൺ കാണാം. ഞാൻ റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്നു. ഇതാണ് ന്യൂ ഡെസ്ക്ടോപ്പ് ബട്ടൺ. സൈറ്റഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്ത ശേഷം ഈ ന്യൂ ഡെസ്ക്ടോപ്പ് ബട്ടൺ അല്ലെങ്കിൽ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് പുതിയ ഒരു വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ ഇവിടെ സ്പേസ് ബാർ ഓർ എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്രിയേറ്റ് ചെയ്തതോടുകൂടി നമ്മുടെ ഫോക്കസ് വെർച്വൽ ഡെസ്ക്ടോപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യും. ഇവിടെ നിന്ന് ടാബ് കീ പ്രസ് ചെയ്ത് നോക്കാം. നിലവിൽ അനൗൺസ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് 1 നോട്ട് സെലക്റ്റഡ് 1 of 2 എന്നാണ്. അതിനർത്ഥം ന്യൂ ഡെസ്ക്ടോപ്പ് ബട്ടണിൽ എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ആവുകയും നമ്മുടെ ഫോക്കസ് അതോടൊപ്പം വെർച്വൽ ഡെസ്ക്ടോപ്പിലേക്ക് മാറുകയും ചെയ്തു. നമ്മൾ വർക്ക് ചെയ്യുന്നതിനായാണല്ലോ പുതിയ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിനറിയാം ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുൻപുണ്ടായിരുന്ന ഡെസ്ക്ടോപ്പിലല്ല, പുതുതായി ക്രിയേറ്റ് ചെയ്ത ഡെസ്ക്ടോപ്പിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ഇങ്ങോട്ട് മാറുന്നത്. അതോടൊപ്പം സെലക്ഷനും മാറും. നിലവിൽ Desktop 1 not selected 1 of 2. ഡെസ്ക്ടോപ്പ് 1 നോട്ട് സെലക്റ്റഡ് എന്നാണ് പറയുന്നത്. അതായത് ഡെസ്ക്ടോപ്പ് 1ൽ നിന്ന് സെലക്ഷൻ മാറി. ആദ്യം നമ്മൾ ഡെസ്ക്ടോപ്സ് ലിസ്റ്റ് നോക്കുമ്പോൾ ഡെസ്ക്ടോപ്പ് 1 of 1
എന്നേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ സെലക്റ്റഡ് നോട്ട് സെലക്റ്റഡ് എന്നൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പറയുന്നു ഡെസ്ക്ടോപ്പ് 1 നോട്ട് സെലക്റ്റഡ് 1 of 2 എന്ന് പറയുമ്പോൾ അതിനർത്ഥം നിലവിലുള്ള സെലക്ഷൻ ഡെസ്ക്ടോപ്പ് 2-ലാണ്, നിലവിലുള്ള നമ്മുടെ ഫോക്കസും ഡെസ്ക്ടോപ്പ് 2-ലാണ്. ഇവിടെ നിന്ന് റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പ് 2 of 2 അവിടെ നോട്ട് സെലക്റ്റഡ് എന്നൊന്നും പറയുന്നില്ല. അതിനർത്ഥം ഇവിടെ തന്നെയാണ് നമ്മുടെ ഫോക്കസ്. മറ്റൊരു രീതിയിലും നമുക്ക് വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞു ന്യൂ ഡെസ്ക്ടോപ്പ് ബട്ടൺ, അവിടെ എൻ്റർ ഓർ സ്പേസ് ബാർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും വെർച്വൽ ഡെസ്ക്ടോപ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ല, എവിടെ നിന്നുകൊണ്ടും ഇപ്പോൾ ടാസ്ക് വ്യൂയിൽ വന്നാൽ മാത്രമാണല്ലോ ന്യൂ ഡെസ്ക്ടോപ്പ് ബട്ടൺ കിട്ടുള്ളൂ. ടാസ്ക് വ്യൂയിൽ വരാതെയും നമുക്ക് വെർച്വൽ ഡെസ്ക്ടോപ്പ് ഇഷ്ടാനുസരണം ക്രിയേറ്റ് ചെയ്യാം, റിമൂവ് ചെയ്യാൻ ഒക്കെ അവസരമുണ്ട്. അതിനു വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്ന കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഈ കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നത് ടാസ്ക് വ്യൂയിൽ വന്ന് ഈ ന്യൂ ഡെസ്ക്ടോപ്പ് ബട്ടൺ ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. ആ കീബോർഡ് ഷോർട്ട് കട്ടാണ് Ctrl+Windows+D ഫോർ ഡെസ്ക്ടോപ്പ്. ഇനി ഞാൻ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് വെർച്വൽ ഡെസ്ക്ടോപ്സ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ നോട്ട് പാഡാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഫോക്കസ് ടാസ്ക് വ്യൂവിന് പുറത്താണ്, അതായത് വിൻഡോസ് നോട്ട് പാഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന് അർത്ഥം. ഇനി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ഡെസ്ക്ടോപ്പ് എനിക്ക് ആവശ്യം വന്നാൽ Ctrl+Windows+D ഫോർ ഡെസ്ക്ടോപ്പ് പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ Windows Ctrl D പ്രസ് ചെയ്യുന്നു. Desktop 3 folder view list HP Desktop 20 Desktop 4 Desktop 5 Desktop 6 Desktop 7 Desktop 8 Desktop 9 Desktop 10. ഇപ്പോൾ ഞാൻ 10 ഡെസ്ക്ടോപ്സ് ക്രിയേറ്റ് ചെയ്തു. അതിലൊന്ന് റിയൽ ഡെസ്ക്ടോപ്പും 9 വെർച്വൽ ഡെസ്ക്ടോപ്പും. ഇതെല്ലാം Ctrl+Windows+D ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഇങ്ങനെ ടാസ്ക് വ്യൂവിൽ നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ടാസ്ക് വ്യൂവിന് പുറത്ത് നിന്നുകൊണ്ടും നമുക്ക് ഡെസ്ക്ടോപ്സ് ക്രിയേറ്റ് ചെയ്യാം. പുതിയ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫോക്കസ് അങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ ഫോക്കസ് പുറത്തു വരും. ഇതാണ് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത്. എങ്ങനെ വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നെങ്കിൽ ടാസ്ക് വ്യൂവിൽ വന്ന് ന്യൂ ഡെസ്ക്ടോപ്പ് ബട്ടൺ ട്രിഗർ ചെയ്തുകൊണ്ട് വെർച്വൽ ഡെസ്ക്ടോപ്സ് ക്രിയേറ്റ് ചെയ്യാം. എൻ്റർ ഓർ സ്പേസ് ബാർ ഉപയോഗിച്ചുകൊണ്ട്, സൈറ്റഡ് ആണെങ്കിൽ അവിടെ മൗസ് ക്ലിക്ക് ഉപയോഗിച്ചുകൊണ്ടും ക്രിയേറ്റ് ചെയ്യാം. ഓർ ടാസ്ക് വ്യൂവിന് പുറത്തു നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടതെങ്കിൽ Ctrl+Windows+D ഫോർ ഡെസ്ക്ടോപ്പ് ഈ കീബോർഡ് ഷോർട്ട് കട്ട് കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് എത്ര വേണമെങ്കിലും വെർച്വൽ ഡെസ്ക്ടോപ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഡെസ്ക്ടോപ്പുകൾ എങ്ങനെ റീനെയിം ചെയ്യാം എന്നതാണ്. നിലവിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡെസ്ക്ടോപ്പ് 1, ഡെസ്ക്ടോപ്പ് 2, ഡെസ്ക്ടോപ്പ് 3 എക്സെട്ര ഇങ്ങനെയുള്ള നെയിമുകളാണ്. ഇത് നമുക്കൊരു അലോസരമായി തോന്നുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് മോഡിഫൈ ചെയ്യണം എന്ന് നമുക്ക് തോന്നിയാൽ റിയൽ ഡെസ്ക്ടോപ്പ് ഉൾപ്പെടെ എങ്ങനെ റീനെയിം ചെയ്യാം എന്നാണ് നോക്കാനുള്ളത്. ഇതിനായി 1-2 ഡെസ്ക്ടോപ്സ് ക്രിയേറ്റ് ചെയ്യുന്നു ബൈ പ്രസിംഗ് Ctrl+Windows+D. ഇവിടെ ഞാൻ 3 വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, +1 റിയൽ ഡെസ്ക്ടോപ്പ്. അങ്ങനെ ടോട്ടൽ 4 ഡെസ്ക്ടോപ്പുകൾ കാണാം. Desktops list. Desktop 1 not selected 1 of 4. Desktop 1 1 of 4. ഇവിടെ നിന്ന് റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്നു. Desktop 2 not selected 2 of 4. Desktop 2. Desktop 3 not selected 3 of 4. Desktop 3. Desktop 4 4 of 4. Desktop 4. നിലവിൽ 4 ആണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്. ഈ 4 ഡെസ്ക്ടോപ്പിനും പുതിയ നെയിമുകൾ കൊടുക്കണം. എങ്ങനെയാണ് റീനെയിം ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ഏത് ഡെസ്ക്ടോപ്പ് ആണോ നമുക്ക് റീനെയിം ചെയ്യേണ്ടത് ആ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. അതായത് ആ ഡെസ്ക്ടോപ്പിലേക്ക് നമ്മുടെ ഫോക്കസ് കൊണ്ടുവരുന്നു. നിലവിൽ ഡെസ്ക്ടോപ്പ് 4-ലാണ് നമ്മുടെ സെലക്ഷൻ ഉള്ളത്, അഥവാ നമ്മുടെ ഫോക്കസ് ഉള്ളത്. എനിക്ക് ഡെസ്ക്ടോപ്പ് 1 റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈറ്റഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ചെയ്യുന്നത് എന്താണ്, ടാസ്ക് വ്യൂവിലെ ഈ ഡെസ്ക്ടോപ്പ് ലിസ്റ്റിൽ വന്ന ശേഷം ഏത് ഡെസ്ക്ടോപ്പിലേക്കാണ് അവർക്ക് ജമ്പ് ചെയ്യേണ്ടത് അവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്കും അത് പോസിബിളാണ്. ടാസ്ക് വ്യൂവിൽ വന്ന ശേഷം ഡെസ്ക്ടോപ്സ് ലിസ്റ്റിൽ നിന്ന് ഏത് ഡെസ്ക്ടോപ്പിലേക്കാണോ മാറേണ്ടത് അത് ഫോക്കസ് ചെയ്ത് അവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഞാനിവിടെ ഡെസ്ക്ടോപ്പ് 1 ഫോക്കസ് ചെയ്യുന്നു ബൈ പ്രസിംഗ് ലെഫ്റ്റ് ആരോ. നിലവിൽ ഡെസ്ക്ടോപ്പ് 1 നോട്ട് സെലക്റ്റഡ് 1 of 4 എന്ന് പറയുന്നു. ഇവിടെ ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി ഡെസ്ക്ടോപ്പ് 4-ലുള്ള എൻ്റെ ഫോക്കസ് നേരെ ഡെസ്ക്ടോപ്പ് 1-ലേക്ക് ജമ്പ് ചെയ്യും. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ടാസ്ക് വ്യൂവിൽ നിന്ന് നേരെ പുറത്ത് ഡെസ്ക്ടോപ്പിലേക്ക് വന്നു. തിരികെ ഞാൻ ടാസ്ക് വ്യൂവിലേക്ക് പോവുകയാണ് ബൈ പ്രസിംഗ് വിൻഡോസ് കീ പ്ലസ് ടാബ്. ഡെസ്ക്ടോപ്പ് 1-ൽ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് റണ്ണിങ് ആപ്ലിക്കേഷൻസ് ലിസ്റ്റിലേക്ക് ഫോക്കസ് വന്നത്.
ഇവിടെ നിന്ന് ടാബ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഡെസ്ക്ടോപ്സ് ലിസ്റ്റിലേക്ക് ഫോക്കസ് കൊണ്ടുപോകുന്നു. Desktops list. Desktop 1 4. നിലവിൽ ഡെസ്ക്ടോപ്പ് 1 ആണ് സെലക്ട് ആയിട്ടുള്ളത്. ഇങ്ങനെ ഏത് ഡെസ്ക്ടോപ്പ് ആണോ നമുക്ക് റീനെയിം ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷിഫ്റ്റ് F10 പ്രസ് ചെയ്യുന്നു. ഞാനിവിടെ ആപ്ലിക്കേഷൻ കീ ആണ് പ്രസ് ചെയ്യുന്നത്. Rename not checked 1 of 4. റീനെയിം നോട്ട് ചെക്ക്ഡ് 1 of 4. 4 ഓപ്ഷനാണ് ഇവിടെ കിട്ടുന്നത്. ഡൗൺ ആരോ. Move right not checked Alt Shift right 2 of 4. മൂവ് റൈറ്റ്. Choose background not checked 3 of 4. ചൂസ് ബാക്ക്ഗ്രൗണ്ട്. Close not checked delete 4 of 4. ക്ലോസ് ഓർ ഡിലീറ്റ്. ഇങ്ങനെ 4 ഓപ്ഷനാണ്. Rename not checked 1 of 4. റീനെയിം നോട്ട് ചെക്ക്ഡ്. ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ വെർച്വൽ ഡെസ്ക്ടോപ്പ് റീനെയിം ചെയ്യാനുള്ള എഡിറ്റ് ഫീൽഡ് കിട്ടും. ഞാനിവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. Checked desktops list. Edit selected desktop 1. നിലവിൽ ഡെസ്ക്ടോപ്പ് 1 എന്നാണ് ഈ ഡെസ്ക്ടോപ്പിൻ്റെ പേര്. ഇത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ തൽക്കാലം ആപ്പിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് ഓരോ ടെക് കമ്പനികളുടെ പേര് കൊടുത്തു നോക്കാം. ഡെസ്ക്ടോപ്പ് 1 ആപ്പിൾ എന്നാണ് കൊടുക്കുന്നത്. നിലവിൽ സെലക്ട് ആയിട്ടുള്ള ഈ ഡെസ്ക്ടോപ്പ് 1 ഡിലീറ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ റിമൂവ് ചെയ്യുന്നു. ആപ്പിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ആപ്പിൾ എന്ന കമ്പനിയുടെ പേര് ഞാൻ ടൈപ്പ് ചെയ്തു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ആപ്പിൾ 1 of 4. ഡെസ്ക്ടോപ്പ് 2 അവിടെ ഞാൻ മൈക്രോസോഫ്റ്റ് എന്നാണ് പേര് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഡെസ്ക്ടോപ്പ് 1 നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വർക്ക് എന്ന് കൊടുക്കാം. ഡെസ്ക്ടോപ്പ് 2 പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പേഴ്സണൽ എന്ന് കൊടുക്കാം. ഡെസ്ക്ടോപ്പ് 3 എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് അങ്ങനെ കൊടുക്കാം. എന്താണോ ആഗ്രഹിക്കുന്ന പേര് അത് കൊടുക്കാം. ഇനി ഞാൻ ഡെസ്ക്ടോപ്പ് 2ലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനായിട്ട് കീ കമാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച കമാൻഡ് കൺട്രോൾ വിൻഡോസ് D ആണെങ്കിൽ ഡെസ്ക്ടോപ്സ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും സ്വിച്ച് ചെയ്യാനുള്ള കമാൻഡ് കൺട്രോൾ വിൻഡോസ് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് റൈറ്റിലേക്കാണെങ്കിൽ റൈറ്റ് ആരോ, ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റ് ആരോ. ഡെസ്ക്ടോപ്പ് 1 നിന്ന് സ്വാഭാവികമായി നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാൻ പറ്റില്ല. ഡെസ്ക്ടോപ്പ് 0 ഇല്ലല്ലോ. സോ റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ കൺട്രോൾ വിൻഡോസ് റൈറ്റ്. നിലവിൽ എൻ്റെ സെലക്ഷൻ ഉള്ളത് ഡെസ്ക്ടോപ്പ് 2ലാണ്. നോക്കാം. Desktops list. Apple not selected 1 of 4. ആപ്പിൾ എന്നാൽ ഡെസ്ക്ടോപ്പ് 1 അതിൻ്റെ പേര് നമ്മൾ മാറ്റിയതാണ്. നോട്ട് സെലക്റ്റഡ് ആണ്. റൈറ്റ് ആരോ. Desktop 2 of 4. ഡെസ്ക്ടോപ്പ് 2 of 4. നിലവിൽ ഡെസ്ക്ടോപ്പ് 2 ആണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള ഡെസ്ക്ടോപ്പ് ഫോക്കസ് ചെയ്ത ശേഷം റീനെയിം ചെയ്യുന്നതിനായി ഒന്നുകിൽ ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്ത് റീനെയിം എൻ്റർ ചെയ്യാം. അതല്ല എങ്കിൽ സാധാരണ നമ്മുടെ റീനെയിം കമാൻഡായിട്ടുള്ള F2 പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് റീനെയിം പോസിബിൾ ആണ്. ഒരു പ്രവൃത്തി ചെയ്യുന്നതിനായി മൾട്ടിപ്പിൾ വെയ്സ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഏതു സാഹചര്യത്തിലും പ്രയോഗിക്കാൻ സാധിക്കണം. റീനെയിം ചെയ്യുന്നതിനും 2 മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ കണ്ടു. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്ത് റീനെയിം കൊടുക്കുന്നു, ഓർ ഷിഫ്റ്റ് F10 പ്രസ് ചെയ്ത് റീനെയിം കൊടുക്കുന്നു. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് F2 പ്രസ് ചെയ്തുകൊണ്ട് റീനെയിം കൊടുക്കുന്നു. ഈ ഡെസ്ക്ടോപ്പിനെ മൈക്രോസോഫ്റ്റ് എന്ന് റീനെയിം ചെയ്യുന്നതിനായി ഞാൻ F2 പ്രസ് ചെയ്യുന്നു. F2 പ്രസ് ചെയ്തപ്പോൾ തന്നെ എഡിറ്റ് ഫീൽഡ് ഓപ്പണായി. നിലവിൽ ഡെസ്ക്ടോപ്പ് 2 എന്ന നെയിമാണ് ഇവിടെ ഉള്ളത്. ഇത് ഡിലീറ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാം. അതല്ല എങ്കിൽ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആയിട്ടുള്ളത് റിമൂവ് ആയി നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിവിടെ റീപ്ലേസ് ചെയ്യപ്പെടും. ഞാനിവിടെ ഡയറക്റ്റ്ലി മൈക്രോസോഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നിലവിൽ ഫസ്റ്റ് ഡെസ്ക്ടോപ്പ് ആപ്പിൾ എന്ന നെയിമിലും സെക്കൻഡ് ഡെസ്ക്ടോപ്പ് മൈക്രോസോഫ്റ്റ് എന്ന നെയിമിലുമാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്താൽ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്. ഇനി തേർഡ് ആൻഡ് ഫോർത്ത് ഡെസ്ക്ടോപ്പ് ഞാൻ പെട്ടെന്ന് റീനെയിം ചെയ്യുകയാണ്. ശേഷം നമുക്ക് ഡെസ്ക്ടോപ്സ് സ്വിച്ച് ചെയ്ത് എങ്ങനെയാണ് ഇതിൻ്റെ നെയിം അനൗൺസ് ചെയ്യുന്നത് എന്ന് നോക്കാം. തേർഡ് ഡെസ്ക്ടോപ്പിന് ഞാൻ സാംസങ് എന്ന നെയിം കൊടുക്കുന്നു. ഫോർത്ത് ഡെസ്ക്ടോപ്പിന് ഗൂഗിൾ എന്ന നെയിം കൊടുക്കുന്നു. ഡെസ്ക്ടോപ്സ് സ്വിച്ച് ചെയ്യുന്നതിനായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൺട്രോൾ പ്ലസ് വിൻഡോസ് പ്ലസ് ലെഫ്റ്റ് ഓർ റൈറ്റ് ആരോ ആണ്. പുറകിലേക്കാണ് പോകേണ്ടതെങ്കിൽ ലെഫ്റ്റ് ആരോ, മുന്നിലേക്കാണെങ്കിൽ റൈറ്റ് ആരോ. നിലവിൽ എനിക്ക് മുന്നിലേക്കാണ് പോകേണ്ടത്. സോ ഞാൻ കൺട്രോൾ വിൻഡോസ് റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്നു. Not selected. Desktops list. Microsoft not selected 2 of 4. Desktop 3 of 4. Edit selected desktop 3. SAMSUFG. Samsung 3 of 4. Not selected. Desktop 4 of 4. Edit selected desktop GOOGLE 4 of 4. അങ്ങനെ 4 ഡെസ്ക്ടോപ്പുകളും ഒരു റിയൽ ഡെസ്ക്ടോപ്പും 3 വെർച്വൽ ഡെസ്ക്ടോപ്പും ഞാൻ റീനെയിം ചെയ്തു. നിലവിൽ ഫോക്കസ് ഗൂഗിൾ എന്ന 4ാമത്തെ ഡെസ്ക്ടോപ്പിലാണ്. ലെഫ്റ്റ് ആരോ. Samsung not selected 3 of 4. സാംസങ് 3ാമത്തെ ഡെസ്ക്ടോപ്പ്. Microsoft not selected 2 of 4. മൈക്രോസോഫ്റ്റ് സെക്കൻഡ് വൺ. Apple not selected 1 of 4. ആപ്പിൾ ഫസ്റ്റ് വൺ. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഡെസ്ക്ടോപ്സ് റീനെയിം ചെയ്യാനും സാധിക്കും.
ഇനി ഞാൻ ഈ ടാസ്ക് വ്യൂവിൽ നിന്ന് പുറത്തു പോവുകയാണ് ഡെസ്ക്ടോപ്പിലേക്ക്. Folder view list. കൺട്രോൾ വിൻഡോസ് ലെഫ്റ്റ് റൈറ്റ് ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് ഡെസ്ക്ടോപ്സ് സ്വിച്ച് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇത് അനൗൺസ് ചെയ്യുന്നത് നോക്കാം. 4th ഡെസ്ക്ടോപ്പിലാണുള്ളത്. സോ കൺട്രോൾ വിൻഡോസ് ലെഫ്റ്റ് ആരോ ഉപയോഗിച്ചുകൊണ്ട് 3, 2, 1 എന്ന ക്രമത്തിലേക്ക് പുറകിലേക്ക് വരുന്നു. Samsung, Microsoft, Apple. നമ്മൾ കൊടുത്ത നെയിം തന്നെയാണ് വായിക്കുന്നത്. ഇനി മുന്നിലേക്ക് പോകാൻ കൺട്രോൾ വിൻഡോസ് റൈറ്റ് ആരോ. Microsoft, Samsung, Google. ഇങ്ങനെ ഇഷ്ടമുള്ള പേരിൽ നമുക്ക് നമ്മുടെ വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രമീകരിക്കാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഈ വെർച്വൽ ഡെസ്ക്ടോപ്സ് പരസ്പരം എങ്ങനെ മൂവ് ചെയ്യാം എന്നാണ്. സപ്പോസ് ഞാനിവിടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഡെസ്ക്ടോപ്പ് 1ൽ ഞാൻ MS വേർഡ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നു. ഡെസ്ക്ടോപ്പ് 2 റിപ്പോർട്ടിനായി റെഫർ ചെയ്യുന്ന ഏതെങ്കിലും സോഴ്സസ്, സപ്പോസ് അത് ബുക്സ് ആവാം, ഓൺലൈൻ സോഴ്സസ് ആവാം, എന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നു. KM പ്ലെയർ VLC പോലെയുള്ള ഏതെങ്കിലും ഒരു പ്ലെയറിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഡെസ്ക്ടോപ്പ് 3ൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുകയാണ് വേർഡ് ഫയൽ ഡെസ്ക്ടോപ്പ് 3ലേക്കും ഡെസ്ക്ടോപ്പ് 3ലുള്ള VLC ഓർ KM പ്ലെയർ വാട്ട് എവർ ഇറ്റ് ഈസ് അത് അങ്ങനെ തന്നെ ഡെസ്ക്ടോപ്പ് 1ആയും മാറണം. ഇവിടെ 2-3 സാധ്യതകളുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഈ പർട്ടിക്കുലർ ഐറ്റം തന്നെ മൂവ് ചെയ്യാം. അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ വെർച്വൽ ഡെസ്ക്ടോപ്പിലായതുകൊണ്ട് ഡെസ്ക്ടോപ്സ് തമ്മിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഇവിടെ നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 4 ഡെസ്ക്ടോപ്പുകളും കാണാം. നേരത്തെ നമ്മൾ റീനെയിം ചെയ്യുന്നത് പ്രകാരം ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, സാംസങ്, ഗൂഗിൾ എന്ന ക്രമത്തിലാണ് ഡെസ്ക്ടോപ്പ് 1, 2, 3, 4 അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡെസ്ക്ടോപ്പ് 1ൽ നിലവിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ റെക്കോർഡർ റൺ ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് എന്ന ഡെസ്ക്ടോപ്പിൽ ഞാൻ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുന്നു. Microsoft not selected 2 of 4. ഇതാണ് ഡെസ്ക്ടോപ്പ് 2. ഇവിടെ എൻ്റർ ചെയ്ത് ഫോക്കസ് ഇങ്ങോട്ട് മാറ്റുകയാണ്. Microsoft folder view list. ഇവിടെ ഞാൻ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുന്നു. Start Windows N E. The Notepad app. Notepad untitled Notepad text edit. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് 1ൽ സ്ക്രീൻ റെക്കോർഡർ, ഡെസ്ക്ടോപ്പ് 2ൽ നോട്ട് പാഡ്. ഡെസ്ക്ടോപ്പ് 3ൽ ഞാനൊരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യാണ്, ബ്രേവ് ബ്രൗസർ. ഡെസ്ക്ടോപ്പ് സ്വിച്ച് ചെയ്തു. ബൈ പ്രസിംഗ് കൺട്രോൾ വിൻഡോസ് റൈറ്റ് ആരോ ബ്രേവ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. Brave 9 of 70. New tab Brave unknown. ബ്രേവ് ഓപ്പൺ ആയി. സപ്പോസ് ഞാൻ വിചാരിക്കുകയാണ് ഡെസ്ക്ടോപ്പ് 1 ആയിരുന്ന ആപ്പിൾ എന്നത് ഡെസ്ക്ടോപ്പ് 4 ആക്കണം. ഇതെങ്ങനെയാണ് പോസിബിൾ ആവുക? ടാസ്ക് വ്യൂയിലേക്ക് പോകുന്നു. ബൈ പ്രസിംഗ് വിൻഡോസ് പ്ലസ് ടാബ്. Task view window running application. ഡെസ്ക്ടോപ്സ് ലിസ്റ്റിലേക്ക് പോവുകയാണ്. Desktops list Apple not selected 1 of 4. ആപ്പിൾ നോട്ട് സെലക്ടഡ്. കൺട്രോൾ വിൻഡോസ് ലെഫ്റ്റ് ആരോ ഉപയോഗിച്ചുകൊണ്ട് ആപ്പിളിലേക്ക് ഫോക്കസ് കൊണ്ടുവന്നു, അഥവാ ഡെസ്ക്ടോപ്പ് 1ലേക്ക് കൊണ്ടുവന്നു. Desktops list Apple 1 of 4. ആപ്പിൾ 1 of 4. ഇത് മൂവ് ചെയ്യുന്നതിനായി 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ, സെലക്റ്റഡ് ആയിട്ടുള്ള ഡെസ്ക്ടോപ്പ് ഫോക്കസ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഓർ ഷിഫ്റ്റ് F10 പ്രസ് ചെയ്യുന്നു. Rename not checked 1 of 4. റീനെയിം ഡൗൺ Move ആരോ, right not checked Alt Shift right 2 of 4. മൂവ് റൈറ്റ്. ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് റൈറ്റിലേക്ക് മാറും. Checked Desktops list Apple 2 of 4. നേരത്തെ ആപ്പിൾ 1 of 4 ആയിരുന്നത് ഇപ്പോൾ ഡെസ്ക്ടോപ്പ് 2 ആയി മാറി ആപ്പിൾ 2 of 4. ഫസ്റ്റ് വൺ നോക്കാം. Microsoft not selected 1 of 4. രണ്ടാമതായിരുന്ന ഡെസ്ക്ടോപ്പ് 2 ഒന്നാമതായി, അഥവാ മൈക്രോസോഫ്റ്റ് എന്ന ഡെസ്ക്ടോപ്പ് ഒന്നാമതും ഒന്നാമതായിരുന്ന ആപ്പിൾ എന്ന ഡെസ്ക്ടോപ്പ് രണ്ടാമതും. ഇങ്ങനെ ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യാതെ അല്ലെങ്കിൽ ഷിഫ്റ്റ് F10 പ്രസ് ചെയ്യാതെയും നമുക്ക് ചെയ്യാം. ടാസ്ക് വീൽ വന്ന ശേഷം ഡെസ്ക്ടോപ്സ് ലിസ്റ്റിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ഡെസ്ക്ടോപ്പ് ഫോക്കസ് ചെയ്യുന്നു. ശേഷം ഓൾട്ട് ഷിഫ്റ്റ് റൈറ്റ് ആരോ. റൈറ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ റൈറ്റ് ആരോ, ലെഫ്റ്റിലേക്കാണെങ്കിൽ ഓൾട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നടുക്ക് നിൽക്കുന്ന ഡെസ്ക്ടോപ്പുകളെ ഇടത്തേക്കോ വലത്തേക്കോ യഥേഷ്ടം മൂവ് ചെയ്യാൻ ഓൾട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് ഓർ ഓൾട്ട് ഷിഫ്റ്റ് റൈറ്റ് ഉപയോഗിക്കാം. അറ്റത്തുള്ള ഡെസ്ക്ടോപ്പുകൾ, ഇടതുവശത്തെ ഏറ്റവും അറ്റത്തെ ഡെസ്ക്ടോപ്പ് 1, അവിടെ ഓൾട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് വർക്ക് ചെയ്യില്ല, ഓൾട്ട് ഷിഫ്റ്റ് റൈറ്റ് ഓൺലി. ഏറ്റവും വലത്തെ അറ്റത്തുള്ള ഡെസ്ക്ടോപ്പ്, ഇവിടെ നമുക്ക് ഡെസ്ക്ടോപ്പ് 4, അത് ഓൾട്ട് ഷിഫ്റ്റ് റൈറ്റ് വർക്ക് ചെയ്യില്ല, ഓൾട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് ഓൺലി. ഇനി 10 ഡെസ്ക്ടോപ്പ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഡെസ്ക്ടോപ്പിനും 10ാമത്തെ ഡെസ്ക്ടോപ്പിനും മാത്രമേ ഈ ഓൾട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് വർക്ക് ചെയ്യാത്തതും ഓൾട്ട് ഷിഫ്റ്റ് റൈറ്റ് വർക്ക് ചെയ്യാത്തതുമായിട്ടുള്ള ബാധകമാവുള്ളൂ. ബാക്കി നടുവിലുള്ള എല്ലാ ഡെസ്ക്ടോപ്പുകളിലും ഓൾട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വർക്ക് ചെയ്യും. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഈ രണ്ടാമത്തെ ഡെസ്ക്ടോപ്പ് ഓൾട്ട് ഷിഫ്റ്റ് റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് 4ാമത്തെ ഡെസ്ക്ടോപ്പ് ആക്കി മാറ്റുകയാണ്. സെലക്ഷൻ ചെക്ക് ചെയ്യുന്നു. Desktops list Microsoft not selected 1 of 4. റൈറ്റ് ആരോ, Apple 2 of 4. ആപ്പിൾ 2 of 4. ഒരു തവണ ഞാൻ ഓൾട്ട് ഷിഫ്റ്റ് റൈറ്റ് പ്രസ് ചെയ്യുന്നു. 1 by 1 ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. Place item between Samsung and Google. Desktops list Apple 3 of 4. ആപ്പിൾ 3 of 4. ഓൾട്ട് ഷിഫ്റ്റ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത സമയത്ത് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. പ്ലേസ് ഐറ്റം ബിറ്റ്വീൻ സാംസങ് ആൻഡ് ഗൂഗിൾ. ഡെസ്ക്ടോപ്പ് 2 ആയിരുന്ന ആപ്പിളിനെ ഡെസ്ക്ടോപ്പ് 3യുടെയും 4ൻ്റെയും ഇടയിൽ പ്ലേസ് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പ് 3 ആയിരുന്ന സാംസങ്ങിനെ ഇടത്തേക്ക് പുഷ് ചെയ്തുകൊണ്ട് ആപ്പിൾ ഗൂഗിളിൻ്റെയും സാംസങ്ങിൻ്റെയും ഇടയിൽ കയറി. അതായത് ഡെസ്ക്ടോപ്പ് 2ൻ്റെയും ഡെസ്ക്ടോപ്പ് 4ൻ്റെയും ഇടയിലെ ഡെസ്ക്ടോപ്പ് 3 ആയി മാറി.
ഒരിക്കൽ കൂടി ഞാൻ ഓൾട്ട് ഷിഫ്റ്റ് റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്നു. Place item after Google. പ്ലേസ് ഐറ്റം ആഫ്റ്റർ ഗൂഗിൾ. Desktops list. Apple 404. ഡെസ്ക്ടോപ്പ് 1 ആയിരുന്ന ആപ്പിൾ ഡെസ്ക്ടോപ്പ് 4-ലെത്തി. ആപ്പിൾ എന്ന ഡെസ്ക്ടോപ്പ് എൻറ്റയർ ഡെസ്ക്ടോപ്പ് തന്നെ മൂവ് ചെയ്ത് 4ാമത്തെ ഡെസ്ക്ടോപ്പായി. ഞാൻ ഈ ഗൂഗിളിനെ ഫസ്റ്റ് ആക്കാൻ പോവാണ്. Google not selected 3 of 4. ഗൂഗിളിനെ സെലക്ട് ചെയ്യുന്നു. Space selected. സ്പേസ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോക്കസ് ഇവിടേക്ക് മാറ്റാം. ശേഷം ഓൾട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുന്നു. Place item between Microsoft and Samsung. പ്ലേസ് ഐറ്റം ബിറ്റ്വീൻ മൈക്രോസോഫ്റ്റ് ആൻഡ് സാംസങ്. എന്തുകൊണ്ടാണ്? 3ാമതായിരുന്ന ഗൂഗിളിനെ ഇടത്തേക്ക് നമ്മൾ പുഷ് ചെയ്തപ്പോൾ 2ാമതായിരുന്ന സാംസങ് എന്ന ഡെസ്ക്ടോപ്പ് വലത്തേക്ക് ഓട്ടോമാറ്റിക്കലി നീങ്ങി. ഒരിക്കൽ കൂടി ഓൾട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ. Place Google. പ്ലേസ് ഗൂഗിൾ. ഏറ്റവും ഇടത്തെ അറ്റത്ത് നിലവിൽ ഗൂഗിൾ കൊണ്ടുവന്നു. നോക്കാം. Desktops list. Google 1 of 4. ഇങ്ങനെ എൻറ്റയർ ഡെസ്ക്ടോപ്പ് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനുള്ള സൗകര്യവും മൈക്രോസോഫ്റ്റ് വിൻഡോസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെ വെർച്വൽ ഡെസ്ക്ടോപ്പിന് അല്ലെങ്കിൽ റിയൽ ഡെസ്ക്ടോപ്പിന് ടാസ്ക് വ്യൂവിൽ നിന്ന് തന്നെ ബാക്ക്ഗ്രൗണ്ട് അഥവാ വാൾപേപ്പർ ചൂസ് ചെയ്യാം എന്നാണ്. ഇതിൻ്റെ വിശദമായ ഒരു വീഡിയോ പിന്നീട് നമുക്ക് ചെയ്യാം. സെറ്റിംഗ്സിലെ പേഴ്സണലൈസേഷൻ എന്ന ഓപ്ഷനിൽ നിന്ന് നമ്മളൊരു വാൾപേപ്പർ സെലക്ട് ചെയ്യുന്നതിന് പകരം നമുക്കിഷ്ടമുള്ള വെർച്വൽ ഡെസ്ക്ടോപ്പിന് അല്ലെങ്കിൽ റിയൽ ഡെസ്ക്ടോപ്പിന് വിൻഡോസ് 11 ടാസ്ക് വ്യൂ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാൾപേപ്പർ ചൂസ് ചെയ്യാനുള്ള അവസരം മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം നൽകുന്നുണ്ട്. ഇതിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു രൂപം നിലവിൽ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ടാസ്ക് വ്യൂവിലാണുള്ളത്. നമ്മൾ നേരത്തെ റീനെയിം ചെയ്ത ആപ്പിൾ എന്ന ഡെസ്ക്ടോപ്പിന് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുന്നു. ഇതിനായി ആദ്യം ആപ്പിൾ സെലക്ട് ചെയ്യാണ്. ആപ്പിൾ ആണ് സെലക്ഷൻ ഉള്ളത്. ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുന്നു. 4 ഓപ്ഷനാണ്. ഫസ്റ്റ് വൺ റീനെയിം നമ്മൾ ഓൾറെഡി നോക്കി. സെക്കൻഡ് വൺ മൂവ് റൈറ്റ് നമ്മൾ നോക്കി. ചൂസ് ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ സെറ്റിംഗ്സിലെ പേഴ്സണലൈസേഷൻ എന്ന പേജിൽ എത്തിച്ചേരും. ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. സെറ്റിംഗ്സിലെ സെർച്ച് എഡിറ്റ് ഫീൽഡിൽ നമ്മൾ ഫോക്കസ് എത്തി. ഇവിടെ നിന്ന് ടാബ് കീ പ്രസ് ചെയ്യുന്നു. Personalization 5 of 12 level 1. പേഴ്സണലൈസേഷൻ എന്ന പേജിലാണ്. Again tab. Personalization button 1 of 2. Tab again. Personalize your background grouping. Personalize your background combo box picture collapse day picture background applies to your current desktop. Solid color or slideshow backgrounds apply to all your desktops. ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് ഇവിടെ പിക്ചറാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്. ഇവിടെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെ കമ്പ്യൂട്ടറിനൊരു വാൾപേപ്പർ സെറ്റ് ചെയ്യാം എന്നുള്ളത് പിന്നീട് നമുക്ക് വിശദമായി നോക്കാം. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. Tab again. Show all settings button expanded. Tab. List C. Windows web wallpaper. Windows image 0 JPG not selected 1 of 5. ഇവിടെ വിൻഡോസിൻ്റെ ചില സാമ്പിൾ ഇമേജസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഇമേജുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് ഡെസ്ക്ടോപ്പിന് ബാക്ക്ഗ്രൗണ്ടായി സെറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ once again tab. Choose a photo grouping. Browse photos button. ചൂസ് എ ഫോട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോയാണ് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജ് നമുക്ക് ബ്രൗസ് ചെയ്യാം. JPG ഫോർമാറ്റിലുള്ള ഇമേജ് ആയിരിക്കണം. ടാബ് അഗൈൻ. Choose a fit for your desktop image combo box fill collapsed. ചൂസ് എ ഫിറ്റ്. ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം കാണേണ്ടത് എന്നുള്ള ഓപ്ഷനാണ്. ടാബ്. Choose your background color list. Gold not selected 1 of 24. ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാനുള്ള ഒരു ലിസ്റ്റാണിത്. ടാബ് അഗൈൻ. View colors button custom colors. കസ്റ്റം കളേഴ്സ് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് നോക്കാം. Related settings grouping contrast themes grouping color themes for low vision light sensitivity more button. ഇവിടെ മറ്റ് സെറ്റിംഗ്സുകളാണ്. കോൺട്രാസ്റ്റ് തീം തുടങ്ങിയിട്ടുള്ള നിരവധി സെറ്റിംഗ്സ് ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ടാസ്ക് വ്യൂ ഉപയോഗിച്ചുകൊണ്ട് വെർച്വൽ ഡെസ്ക്ടോപ്പിന് അല്ലെങ്കിൽ റിയൽ ഡെസ്ക്ടോപ്പിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനുള്ളത് സെറ്റിംഗ്സിലാണ്. ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു ബൈ പ്രസിംഗ് Alt+F4. അവസാനമായി ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെർച്വൽ ഡെസ്ക്ടോപ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം എന്നാണ്. ഇതിനായി ഞാൻ ടാസ്ക് വ്യൂയിലേക്ക് പോകുന്നു ബൈ പ്രസിംഗ് Windows+Tab. Task view window running applications list. ഫോക്കസ് വന്നു നിന്നത് റണ്ണിംഗ് ആപ്ലിക്കേഷൻസ് ലിസ്റ്റിലാണ്. ഡെസ്ക്ടോപ്പ് 1 ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നു. Desktops list Apple 1 of 4. ആപ്പിൾ. ഇതാണ് ഡെസ്ക്ടോപ്പ് 1. റൈറ്റ് ആരോ പ്രസ് ചെയ്താൽ Microsoft not selected 2 of 4. സെക്കൻഡ് വൺ മൈക്രോസോഫ്റ്റ്. Samsung not selected 3 of 4. സാംസങ്. Google not selected 4 of 4. ഗൂഗിൾ. ഇങ്ങനെ 4 ഡെസ്ക്ടോപ്പുകൾ ഇവിടെ കാണാം. ഏത് ഡെസ്ക്ടോപ്പ് ആണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ കീ കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ഓർ ഡിലീറ്റ് എന്ന ഓപ്ഷൻ കാണാം. ഈ ഗൂഗിൾ എന്ന വെർച്വൽ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു ബൈ പ്രസിംഗ് സ്പേസ് ബാർ. ശേഷം ആപ്ലിക്കേഷൻ കീ കൊടുക്കുന്നു. 4 ഓപ്ഷനാണ്. ഇതിൽ അവസാനത്തെ ഓപ്ഷനാണ് ക്ലോസ് ഓർ ഡിലീറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ആപ്പ് ആരോ പ്രസ് ചെയ്ത് പെട്ടെന്ന് അതിലേക്ക് എത്തുകയാണ്. Close not check delete 4 of 4. ക്ലോസ് ഓർ ഡിലീറ്റ്. ഇവിടെ എൻ്റർ ചെയ്താൽ
ഗൂഗിൾ എന്ന ഈ വെർച്വൽ ഡെസ്ക്ടോപ്പ് റിമൂവ് ചെയ്യപ്പെടും. നോക്കാം. എൻ്റർ ചെയ്യുന്നു. Checked. New desktop button. ലെഫ്റ്റ് ആരോ. Desktops list. Samsung 3 of 3. ഒരു ഡെസ്ക്ടോപ്പ് പോയി. സാംസങ് 3 of 3. അപ്പോൾ റിമൂവ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഏത് ഡെസ്ക്ടോപ്പാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ കീ കൊടുക്കുന്നു, ക്ലോസ് ഓർ ഡിലീറ്റ് എന്ന ഓപ്ഷൻ എൻ്റർ ചെയ്യുന്നു. സെക്കൻഡ് വൺ, ഏത് ഡെസ്ക്ടോപ്പ് ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ സാംസങ് എന്ന ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യാണ്. Microsoft Samsung 3 of 3. ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇനി ഇവിടെ ഡിലീറ്റ് കീ പ്രസ് ചെയ്താലും ഈ ഒരു വെർച്വൽ ഡെസ്ക്ടോപ്പ് റിമൂവ് ചെയ്യപ്പെടും. Microsoft 2 of 2. സാംസങ് എന്ന വെർച്വൽ ഡെസ്ക്ടോപ്പ് റിമൂവ് ചെയ്യപ്പെട്ടു. ലാസ്റ്റ് വൺ, വിൻഡോസ് കൺട്രോൾ കീ കോമ്പിനേഷനുള്ള കീബോർഡ് ഷോർട്ട്കട്ടാണ്. വിൻഡോസ് കൺട്രോൾ കീ കോമ്പിനേഷനിലുള്ള 1-2 ഷോർട്ട് കട്ട്സ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ Ctrl+Windows+D ഫോർ ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്സ് സ്വിച്ച് ചെയ്യാൻ Ctrl+Windows+ ലെഫ്റ്റ് ഓർ റൈറ്റ് ആരോ. വെർച്വൽ ഡെസ്ക്ടോപ്സ് റിമൂവ് ചെയ്യാനും ഷോർട്ട് കട്ട് ഉണ്ട്. ടാസ്ക് വീൽ വരാതെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇതിന് Ctrl+Windows+F4 എന്ന കീ കോമ്പിനേഷനാണ് ഉപയോഗിക്കുക. ഞാനിവിടെ Ctrl+Windows+F4 പ്രസ് ചെയ്യുന്നു. New desktop button. ഇപ്പോൾ സെക്കൻഡ് ഡെസ്ക്ടോപ്പ് അതായത് വെർച്വൽ ഡെസ്ക്ടോപ്സ് എല്ലാം തന്നെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഓൺലി ഡെസ്ക്ടോപ്പ് 1 മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് ആരോ. Desktops list. Apple 1 of 1. ആപ്പിൾ 1 of 1. ഇങ്ങനെ നമുക്ക് വെർച്വൽ ഡെസ്ക്ടോപ്സ് ആവശ്യാനുസരണം ക്രിയേറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും റീനെയിം ചെയ്യാനും പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാനും മൈക്രോസോഫ്റ്റ് വിൻഡോസ് അവസരമൊരുക്കുന്നു. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെർച്വൽ ഡെസ്ക്ടോപ്സ് എല്ലാം തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. എന്നാൽ റിയൽ ഡെസ്ക്ടോപ്പ് അഥവാ ഡെസ്ക്ടോപ്പ് 1 ഒരിക്കലും റിമൂവ് ചെയ്യാൻ സാധ്യമല്ല. ബാക്കിയുള്ള എല്ലാ ഡെസ്ക്ടോപ്പുകളും റിമൂവ് ചെയ്യാമെങ്കിലും ഡെസ്ക്ടോപ്പ് 1 റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രിയേഷൻ, ഡിലീഷൻ, സ്വിച്ചിങ് ഇതെല്ലാം ടാസ്ക് വീൽ വരാതെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. ക്രിയേഷൻ Ctrl+Windows+D, പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ്. സ്വിച്ചിങ് Ctrl+Windows ലെഫ്റ്റ് ആരോ ഓർ Ctrl+Windows റൈറ്റ് ആരോ. ഡിലീഷൻ Ctrl+Windows+F4. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മറ്റൊരു ഡെമോ വീഡിയോ ട്യൂട്ടോറിയലുമായി കണ്ടുമുട്ടുന്നതുവരെ ഐ ആം സൈനിങ് ഓഫ്.